മദറിനെ ഒന്ന് കാണണം. ഞാൻ ഇപ്പൊ പോയി പറയാം. മദർ, ആ പഴയ സ്റ്റെല്ലയും ഭർത്താവ് വന്നിരിക്കുന്നു. സ്റ്റെല്ലയോ? ആ കാലിന് സാധ്യമുള്ളത് കുട്ടി. മദർ പണ്ട് ഇവിടുന്ന് കല്യാണം കഴിച്ച് അയച്ചില്ലേ അവര്. ഓ, കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. എന്താ നിനക്ക് സ്റ്റേറ്റ്സിലെ ജീവിതം അങ്ങ് പിടിച്ചെന്ന് തോന്നല്ലോ. പോവാൻ നേരം എന്തൊരു നിലവിളിയായിരുന്നു. 7 വർഷമായി സ്റ്റെല്ല പോയിട്ട് ഇല്ലേ? അതെ. നീ നിന്റെ ഒരു കുഞ്ഞുമായി എന്നെ കാണാൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എങ്കിൽ എത്ര നന്നായിരുന്നു എന്നെ. സ്റ്റെല്ലയ്ക്ക് കുട്ടികളുണ്ടാവില്ല. അതെന്താ? അതങ്ങനെയാണ്. അമേരിക്കയിൽ കിട്ടാവുന്ന ചികിത്സകൾ ഒക്കെ ഞാൻ ചെയ്തു. എന്റെ വിധിയാണ് മദർ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചയച്ചതും എല്ലാം മദറാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. ഇവിടുത്തെ ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള ഭാഗ്യമെങ്കിലും എനിക്കുണ്ടോ മദർ? എന്താ കുട്ടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. മദർ, ഞാൻ ഇവിടുന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അതെ മദർ, അങ്ങനെ ഒരു തീരുമാനത്തെത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ശരി, എങ്കിൽ വരൂ. സ്റ്റെല്ലയ്ക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം. Rosie, how are you? Fine. This is Rosie. ഇത് ആനി, ഇവളുടെ ആയ. ഹലോ. ഇത് സ്റ്റെല്ല, ഞാൻ വളർത്തിയ കുട്ടിയാ. ഇത് ഇവളുടെ ഹസ്ബൻഡ് ജോർജ്. രണ്ടുപേരും സ്റ്റേറ്റ്സിലാ. ഇവിടുന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വന്നതാ. മദർ, ഞങ്ങൾക്ക് ഈ കുട്ടിയെ മതി. സോറി സ്റ്റെല്ല, ഈ കുട്ടിയെ അമേരിക്കയിൽ അയക്കാൻ പറ്റില്ല. മറ്റേത് കുട്ടിയെ വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. ഇവിടെ മാത്രം തരില്ല. നീ വേറെ ഏതെങ്കിലും കുട്ടിയെ നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. ശരി, നാളെ വിളിക്കൂ. റോസി എന്താ അമേരിക്കയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞത്? അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നല്ലേ? നല്ല ഭാവിയായിരിക്കില്ല അത്. എനിക്ക് മറിച്ചാണ് തോന്നുന്നത്. അങ്ങനെ തോന്നരുത്. ഏത് കാര്യത്തിനും 1000 ന്യായങ്ങൾ കാണും. അവൾ ഒരു അനാഥ കുട്ടിയാണ്. അവളോട് ഞാൻ ദ്രോഹം ചെയ്യുന്നെന്നാണോ? എന്നില്ല ആനി. അവളെ അയക്കണമെന്ന് പറയാൻ നിനക്ക് ചില കാരണങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ അവളെ അയക്കാതിരിക്കാൻ എനിക്കും ചില കാരണങ്ങളുണ്ട്. അതെന്താന്ന് നീ അറിയണ്ട. പൊയ്ക്കോളൂ. Hello. I'm teacher. JC teacher. Yes, see. How do you do? Fine. ഇവിടെയോ കണ്ട പോലുണ്ടല്ലോ. No. Yes, yes. No. ശരിയാ. കുസൃതി. ഹായ്. എന്ത് ഈ ബോളൊന്നും എടുത്തു തരുമോ? ആ
എത്ര പന്ത് എടുത്തിരിക്കുന്നത്? ഞാനെടുത്തേ എങ്ങനെ? അതൊക്കെ ഉണ്ട്, ബുദ്ധി വേണം. എടാ ഒന്ന് പോടാ, അവന്റെ ബുദ്ധി. ഹായ്. എന്ത് ചെയ്തോ? ഈ ബോളൊന്ന് എടുത്തു തരുമോ? ആ എത്ര പന്ത് എടുത്തിരിക്കുന്നത്? ഞാനെടുത്തേ എങ്ങനെ? അതൊക്കെ ഉണ്ട്, ബുദ്ധി വേണം. എടാ ഒന്ന് പോടാ, അവന്റെ ബുദ്ധി. എടാ ചെറുക്കാ, നിന്റെ തല ജപ്പാൻ തലയടാ. ഹായ് പീറ്റർ, മോൻ ഞങ്ങളോട് വരുന്നു. എവിടെ? അമേരിക്കയിലേക്ക്. എന്തിനാ? പൈപ്പിനുള്ളിൽ വീണ പന്ത് പുറത്തെടുക്കാനാ? You silly boy. പീറ്ററിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇവനെ മതി. ഓ യെസ്, ടേക്ക് ഹിം. അമേരിക്കയ്ക്ക് എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ. ഇങ്ങനെയോ? ഇങ്ങനെ പോയി അക്കാൽ വേദനിക്കത്തില്ലേ? ആ, എപ്പോഴാ നിങ്ങൾ ഇവനെ കൊണ്ടുപോകുന്നത്? ഇവന്റെ പാസ്പോർട്ടും മറ്റും ശരിപ്പെടുത്തണമല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട്. ആ, കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. എന്താ റോസി, എന്താ? എന്റെ കാലിന്റെ അസുഖം മാറിയല്ലോ. എനിക്കിപ്പോ നിങ്ങളെ പോലെ ഓടാനും ചാടാനും ഒക്കെ കഴിയും. റോസി വെറുതെ പറയാ. കാണണോ? നോക്കിക്കോ. സാരമില്ല, സാരമില്ല. അങ്കിളിന്റെ കൂടെ പാട്ടുപാടി ഓടി നടന്നു ഞാൻ. റോസി സ്വപ്നം കണ്ടതായിരിക്കും. കിടന്നോളൂ. എല്ലാവരും പോയി കിടന്നോളൂ. ആനിക്കുഞ്ഞേ, ആ കുഞ്ഞിവിടെ. എനിക്കിവിടെയാണ് ജോലി. അതെയോ? ആ, ഇതാണ് കുഞ്ഞേശ്വരന്റെ കളി. കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടത് ഭാഗ്യമായി. മോളുടെ കുഞ്ഞിനടുത്ത് തന്നെ ഈശ്വരൻ കൊണ്ടൊന്ന് എത്തിച്ചു. എന്ത്? എന്റെ കുഞ്ഞോ? അത് മരിച്ചില്ലേ? ഇല്ല, കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനോട് കള്ളമാണ് പറഞ്ഞത്. നിഷേധിക്കാനാവത്ത സമ്മർദ്ദം ചെലുത്തലിൽ ഞാനും അതിന് കൂട്ടുനിന്നു. അതോർത്ത് ഞാൻ ഇന്നും ദുഃഖിക്കുകയാണ്. അന്ന് നഴ്സിംഗ് ഹോമിൽ വെച്ച് കുഞ്ഞ് പ്രസവിച്ചു കിടന്നപ്പോ ഈ കുഞ്ഞിനെ വല്ലവർക്കും കൊടുക്കുകയോ നീ വളർത്തുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ആനിയോട് വിവരം പറയരുത്. കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ആ കുറ്റബോധം ജീവിതകാലം മുഴുവൻ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിൽ കൂടി
എനിക്കിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ജാനകിയമ്മ ഒരായ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായതുകൊണ്ട് പറയുകയാണ്. അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ അമ്മയായി എന്റെ മോള് ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇതറിഞ്ഞാൽ നാളെ അവൾക്കൊരു ജീവിതം നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വരും. അവളുടെ ഭാവി എനിക്ക് വലുത്. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല.